മഹിരാശകളും ഹൃദയം സസ്പെൻഡ് ശാന്താന്ന് പറയൂ. ഞാൻ തറന്നോ 2-3 ആൻസിയുണ്ടോ? ഞാൻ അതിന് ശ്രേഷ്ഠമായ വിശുദ്ധമായ കാട്ടുകൊള്ളുകയും ലോകരക്ഷകനായ യേശു വൈദികരുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, പിതാവുമായ സഹായിക്കും മറിയത്തിനും ഡിലീവറിന്റെ ഓട്ടത്തിനല്ലോ ചകരി എടുത്തുള്ളതാണ്. അവിടെ ഒരു സെക്കൻഡ് സമീപിച്ച് ഇവിടെ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ചേട്ടൻ കഴിക്കാത്തറിയാൻ പാടുള്ളൂ. മത്തങ്ങ വേറെ ഇഞ്ചിക്കറിയും അച്ചാറും സാമ്പാറും. ചേട്ടൻ നമ്മളെ ചൈതന്യ ചേട്ടൻ ഉണ്ടെന്ന് നാടൻകോഴിയായിരുന്നു. നാടൻ കോഴിക്കറി
ആത്മാവുമായ സർവീശ്വരായ ആശീർവദിക്കണമേ. മാങ്ങക്കറി, മീൻ പരിച്ചത്, നാടൻ കോഴിക്കറി, നല്ല പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ വിശുദ്ധ വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും അപരാധങ്ങളെല്ലാം ക്ഷമിക്കുകയും ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ബലി സമർപ്പണമാണ് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഒത്തിരിയേറെ ആളുകൾ ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ അധ്യാപകർ ആ പ്രാർത്ഥന നമുക്കത് അനുഭവിക്കില്ല. രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ഒരു പെരുന്നാൾ നടത്തുക എളുപ്പമുള്ള കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടേറിയ ദുഷ്കരമായൊരു കാര്യമാണ്. എല്ലാവരും സഹകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊന്ന് സംഘടിപ്പിക്കുക എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ബെന്നി ജനറൽ കൺവീനറാണ്, സ്നേഹത്തോടെ ഓർക്കുന്നു. ഷാജു ഉണ്ട്, അതിന് സെക്രട്ടറിയാണ്. ജോസഫ് കണ്ണാടനുണ്ട്, മത്തായി ചേട്ടനുണ്ട്, ഡേവിസ് ഉണ്ട്, മനോജ് ഉണ്ട്. അവരെല്ലാവരെയും സ്നേഹപൂർവ്വം അനുസ്മരിക്കുകയാണ്. ഞാൻ നേതൃത്വമുള്ളവരെ മാത്രമേ പറഞ്ഞുള്ളൂ. വേറെ ആളുകൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട്. അവരെല്ലാവരെയും സ്നേഹപൂർവ്വം ഓർക്കുകയും അനുഗ്രഹങ്ങൾ നേരുകയും ഒരു 3:30-4 മണിയാകുന്നവരെ ആളുകൾ വന്ന് ആഹാരം കഴിക്കും. കുർബാനകളുണ്ട്. എല്ലാം ഭംഗിയായിട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രധാനമായിട്ട് നീട്ടപ്പെട്ട കരങ്ങളാണ്. 437 വൈദികര് താമസിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട, ഞങ്ങൾ ആദരിക്കുന്ന, ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം നോക്കിക്കാണുന്ന ഒരാളാണ് വട്ടൂരി അച്ഛന് തിരുനാളും വരികയാണ്. ജോസഫ് വട്ടൂരി നമുക്ക് തിരുനാള് ആശംസിക്കാം. ആശംസിക്കാം. വട്ടൂരി അച്ഛൻ ചെയ്യുന്ന എല്ലാ സേവനത്തിനും ഇടവേളയിലാണ് അച്ഛന്റെ ആത്മാവ്. ഇടവേളയ്ക്ക് വേണ്ടിയാണ് അച്ഛൻ ജീവിക്കുക. മറ്റു സ്ഥലങ്ങളിൽ കാര്യമായിട്ടൊന്നും പോകാറില്ല. ഈ പള്ളിയും പരിസരവും ഒക്കെ ആയിട്ട് ദേവാലയത്തില് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നും അച്ഛൻ ഇരിപ്പുണ്ട്. അനുഗ്രഹദായകമായ ഒരു സാന്നിധ്യമാണിത്. അഭിമന്യ ആലഞ്ചേരി പിതാവിന്റെ പേരിലും ശക്തി പിതാവിന്റെ പേരിലും നമ്മൾ ആദരിക്കുന്ന പിതാവ് ഈ വർഷം ജൂബിലി ആഘോഷിക്കുകയാണ്. ജോസ് പിതാവിന്റെ പേരില് പ്രത്യേകമായിട്ട് എന്റെ വ്യക്തിപരമായ പേരില് തിരുനാളിന്റെ മംഗളങ്ങള് അച്ഛൻ ആശംസിക്കുകയാണ്. അച്ഛന്റെ സ്നേഹവും നന്മയും അച്ഛന്റെ ഭക്തിയും നവീകരണ സാന്നിധ്യവും എല്ലാം ഇടവയ്ക്കും അയൽ സ്ഥലങ്ങളിലും എല്ലാ ജനങ്ങൾക്കും ആശ്വാസദായകവും സ്നേഹനിർഭരവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കൈകളടിച്ച് നമ്മുടെ വികാരിയച്ഛന് മംഗളങ്ങള് ആശംസിക്കാം. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കടം അയച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിനെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിർസ്വരതി അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുത്തെ കൃപാവരം ചൊരിയട്ടെ. അവിടുത്തെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ എല്ലാ അപകടങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്തുതി. കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോഴോ എന്ന് അറിഞ്ഞുകൂടാ. ഉടനെ നമ്മൾ നേർച്ച വിരുന്ന് നടത്തുന്ന പന്തലിലേക്ക് പോവുകയാണ്. പിതാവ് നേർച്ച വിരുന്ന് വെഞ്ചിരിക്കും. തിരുക്കുടുംബമായി തെരഞ്ഞെടുത്തിരിക്കുന്ന ആ കുടുംബാംഗങ്ങൾക്ക് പിതാവ് നേർച്ച വിരുന്ന് വിളമ്പിക്കൊടുക്കും, വസ്ത്രങ്ങൾ കൊടുക്കും. അതിനുശേഷം പിതാവും അച്ഛന്മാരും അവിടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. നിങ്ങളെല്ലാവരോടും എല്ലാവരെയും അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയും. സ്നേഹപിതാവിന് ഒരുപാട് നന്ദി.
ഓടിയോ ക്യാമറയുടെ കേൾക്കണമേ